ഹല്ലേലൂയ. ഭാരം വഹിക്കുന്നവരെല്ലാം, മനസ്സിൽ ഭാരം വഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കലേക്ക് വാ, നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കാം. നിന്റെ ഭാരങ്ങൾ എന്നെ ഏൽപ്പിക്ക. യേശുവിനതാ പറയുന്നത്, നിന്റെ ഭാരങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും കടബാധ്യതകളും തകർച്ചകളെല്ലാം എന്നെ നീ ഏൽപ്പിക്ക. അതിന് ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം, അതിന് ഞാൻ തീരുമാനം ഉണ്ടാക്കി തരാം. നിന്റെ ഭാരങ്ങളും ദുഃഖങ്ങളും നീ ചുമന്നുകൊണ്ട് നടന്ന് നീ ഒരു രോഗിയായി തീരരുത്. പലപ്പോഴും പലരുടെ രോഗത്തിന്റെ കാരണം എന്താ? ഈ ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ കൊണ്ടോട് കാരോടും പറയല. കർത്താവിന് പറയാണ്, ഇതാ നീ എൻ്റെ അടുക്കലോട്ട് വാ, നിന്റെ ഭാരങ്ങളും വിഷമങ്ങളെല്ലാം ഒന്ന് ഇവിടെ ഇറക്കി വെക്ക്, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 31-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനം പറയുന്നു, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. അത് ഉറപ്പാ. നീ കണ്ണുനീര് തുടയ്ക്ക്. നീ ഒത്തിരി കരഞ്ഞു, മക്കളെ ഓർത്ത്, ഭർത്താവിനെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത് ഒക്കെ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. നീ കരച്ചിലൊന്ന് നിർത്ത്. നീ ജീവിതത്തിൽ അനുഭവിച്ച യാതനകൾക്കെല്ലാം പ്രതിഫലം കർത്താവ് തരും. നീ ജീവിതത്തിൽ അനുഭവിച്ച സഹനങ്ങള്, നൊമ്പരങ്ങള്, ഒരുപക്ഷേ നിന്റെ പ്രിയപ്പെട്ട മക്കൾ പോലും നിന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടാവും. മക്കൾ പോലും സ്നേഹിക്കുന്നില്ലായിരിക്കാം, അല്ല ജീവിത പങ്കാളിയായിരിക്കാം ഒറ്റപ്പെടുത്തുന്നത്. ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും നിന്റെ ഈ സഹനത്തിന് പ്രതിഫലം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് ഞാൻ പ്രതിഫലം നൽകും. അടുത്ത വചനം, നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. ഇന്ന് നീ ഏത് അവസ്ഥയിലുള്ള വ്യക്തിയാണെങ്കിലും പ്രത്യാശ നിറഞ്ഞ ഒരു ഭാവി യേശു നിനക്കായിട്ട് കരുതി വെച്ചിട്ടുണ്ട്. കരമുയർത്തി ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കാമോ ശക്തിയോടെ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമൊന്ന് ഉയർത്തി അടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? കരങ്ങളൊന്ന് ഉയർത്തി അടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? എല്ലാവരും എല്ലാവരും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉണർവോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എൻ്റെ നാട്ടിൽ തന്നെയാണ്, എൻ്റെ ഇടവകയിൽ തന്നെയുള്ള ഒരു ഫാമിലിയാണ്. നല്ല ഫാമിലി, 5-6 ഏക്കർ സ്ഥലമുണ്ട്. പക്ഷെ അപ്പൻ നല്ല മദ്യപാനിയാണ്. ഒരു 10 വർഷം മുൻപ് എൻ്റെ ധ്യാനത്തിന് പങ്കെടുത്തിട്ടുണ്ട്. അന്ന് വികാരിയച്ഛൻ നിർബന്ധപൂർവ്വം പറഞ്ഞു വിട്ട് പങ്കെടുത്തു. ധ്യാനമൊക്കെ കൂടി ഒരു 3-4 മാസം കുഴപ്പമൊന്നുമില്ല, മദ്യപാനമൊന്നുമില്ല, കുഴപ്പമില്ല. അത് കഴിഞ്ഞൊരു ദിവസം പിന്നെയും മദ്യപാനം, കൂട്ടുകാരോടെയൊക്കെ മദ്യപാനം ആരംഭിച്ചു. വീട്ടിൽ ഭാര്യയെ തല്ലും, ഭയങ്കര വിഷയക്കാരനാണ്, അലമ്പാണ് ആള്. ഒരു ദിവസം ഇതാ ഈ മകന് എൻ്റെ വീട്ടിൽ വരികയാണ് ഒരു ഓട്ടോറിക്ഷയിൽ. ഈ മകൻ്റെ കാല് മകൻ തല്ലിയൊടിച്ചു. അന്ന് മകൻ +2 പഠിക്കാം, മൂത്ത മകൻ. 2 മക്കളേ ഉള്ളൂ. മക്കളൊക്കെ നല്ല വലിപ്പമുള്ള മകൾ, ഇവന് നല്ല സൈസാണ്. ജനിച്ച മക്കൾക്കും നല്ല വലിപ്പമാണ്. മൂത്ത മകൻ +2 പഠിക്കുന്നവന് അപ്പൻ്റെ കാല് 2ആയിട്ട് അടിച്ചോടിച്ചു. തുടയിലും താലം അടിച്ചോടിച്ചു. പ്ലാസ്റ്റർ ഇട്ടിരിക്കുക കംപ്ലീറ്റ്. ഒരു ഓട്ടോക്കാരൻ എന്നെ എടുക്കൽ അന്ന് എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. എനിക്കൊത്തിരി സങ്കടം തോന്നി. മകൻ അപ്പനിട്ട് തല്ലുന്നത് ഒരിക്കലും ശരിയല്ല. അപ്പൻ എന്നാ തെറ്റ് ചെയ്താലും കൈവെക്കുന്നതും 100% തെറ്റ് തന്നെയാണ്. ഹല്ലേലൂയ. അപ്പൻ എത്ര കുഴപ്പക്കാരനുമായിക്കൊള്ളട്ടെ. എൻ്റെ അടുക്കലും എന്നെ കരഞ്ഞ വ്യക്തി, സങ്കടമൊക്കെ ഞാൻ കേട്ടു. ഞാൻ ആശ്വാസമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചൊക്കെ വിട്ടു. കഴിഞ്ഞ ദിവസം വളരെ യാദൃച്ഛികമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ഒരു വ്യക്തി ഇങ്ങനെ വർത്താനം പറഞ്ഞു പറയുക, ബ്രദറെ, ആ വ്യക്തിയുടെ കുടുംബം മൊത്തം അടിച്ചു പിരിഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഇപ്പോൾ ആ മകന് മദ്യപാനത്തിൻ്റെ ചികിത്സയായിട്ട് ഏതോ ആശുപത്രി കിടക്കുന്നു. ഒരു 2-3 മാസം മുമ്പ് ഭാര്യ തന്നെ വേണ്ടെന്ന് പറഞ്ഞ് ഭാര്യയുടെ വീട്ടിൽ പോയി. മൂത്ത മോൻ്റെ കല്യാണം കഴിഞ്ഞ അവനും ഭാര്യയും കാനഡയിലാണ്. അവരവിടെ, ഇളയ മോൻ വേറെ കണ്ട്. ഇപ്പം വീട് അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. ഒരു കുടുംബം തകർന്നു തരിപ്പണമായി. എനിക്കൊത്തിരി സങ്കടം തോന്നി. നല്ല കുടുംബമാണ്, 5-6 ഏക്കർ സ്ഥലമുണ്ട്, സാമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മദ്യപാനത്തിൻ്റെ ആ ഒരു പ്രശ്നം, കുടുംബത്തിൽ അസമാധാനം, അടിയും പിടിയും വഴക്കും, അങ്ങനെ ഒരു വീട് ഇന്ന് അടച്ചുപൂട്ടി കിടക്കുക.
ഹല്ലേലൂയ. എന്നോട് പറഞ്ഞ ആ വ്യക്തിക്ക് പോലും എന്തൊരു സങ്കടം എന്നറിയാം. അയൽവാസിയാണ്, ഭയങ്കര വിഷമമാണ്. ഇതുപോലെ കുടുംബങ്ങൾ തകരുകയാ. ക്രൈസ്തവ കുടുംബങ്ങൾ പല വിധത്തിൽ തകർന്നു തരിപ്പണമായിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയുടെ തകർച്ച അതിഭയാനകമാണ്. എവിടെ ചെന്നാലും നല്ലൊരു ശതമാനം ആളുകൾ പ്രാർത്ഥിക്കാൻ വരുന്നത് കടബാധ്യതയിൽ നിന്ന് വലിയ ഒരു വിടുതൽ വേണം, അല്ലെ പ്രതിസന്ധിയിൽ വിടുതൽ വേണം, അല്ലെ മക്കൾ മയക്കുമരുന്നിന് അടിമകൾ, ഭർത്താവ് മദ്യത്തിന് അടിമ. വിടുതൽ കിട്ടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി വരണം. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ മേൽ ഇറങ്ങി വന്ന് വിടുതൽ കൊടുക്കാതെ ഒരു വ്യക്തിക്ക് മോചനം കിട്ടത്തില്ല. ഒരു വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ മേൽ, മനസ്സിൻ്റെ മേൽ, ശരീരത്തിൻ്റെ മേൽ, പാപ ആസക്തിയുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരണം. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ ഒരു അഭിഷേകം നമ്മിലേക്ക് വരാതെ നമ്മിൽ ഒന്നും സംഭവിക്കത്തില്ല. ഒരു വ്യക്തി മാനസാന്തരപ്പെടണമോ, കർത്താവിൻ്റെ ആത്മാവ് ആ വ്യക്തിയെ തൊടണം. ദൈവത്തിൻ്റെ ആത്മാവ് ഒരാളെ സ്പർശിക്കാതെ ഒരു വ്യക്തിക്കും മാനസാന്തരം ഉണ്ടാവത്തില്ല, നിലനിൽക്കുന്ന ഒരു ആത്മീയ ജീവിതവും ഉണ്ടാവത്തില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവിന് വേണ്ടി ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലേക്കൊന്ന് ഇറങ്ങി വരട്ടെ. നമ്മുടെ മനസ്സിൻ്റെ മേല്, ശരീരത്തിൻ്റെ മേല്, ആത്മാവിൻ്റെ മേല്, പഞ്ചേന്ദ്രിയങ്ങളില്, ബുദ്ധിയില് എല്ലാം കർത്താവിൻ്റെ ആത്മാവ് നിറങ്ങി വസിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ നിറയുമ്പോൾ നമ്മുടെ സങ്കടങ്ങൾ വിട്ടുപോകും, രോഗങ്ങൾ വിട്ടുപോകും, പൈശാചിക ബന്ധങ്ങൾ അടിയും, അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ നമ്മുടെ മേൽ ആവസിക്കണം. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശരീരത്തിന്റെ മേൽ, എന്റെ ശരീരത്തിന്റെ മേൽ, മനസ്സിന്റെ മേൽ, മനസ്സിന്റെ മേൽ, ആത്മാവിന്റെ മേൽ, ആത്മാവിന്റെ മേൽ, ചിന്താമണ്ഡലത്തിൽ, ചിന്താമണ്ഡലത്തിൽ, മനസാക്ഷിയിൽ, മനസാക്ഷിയിൽ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ. എന്റെ പാപാസക്തികളിൽ, എന്റെ പാപാസക്തികളിൽ, രോഗങ്ങളിൽ, രോഗങ്ങളിൽ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വന്നു നിറയണമേ. നിറയണമേ. കർത്താവിന്റെ ആത്മാവേ, കർത്താവിന്റെ ആത്മാവേ, കർത്താവിന്റെ ആത്മാവേ, കർത്താവിന്റെ ആത്മാവേ, എന്റെ മേലുള്ള പൈശാചിക ബന്ധനങ്ങളെ തകർക്കണമേ, തകർക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തമായി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉണർവോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സക്രിയ 4:6 സൈന്യ ബലത്താലല്ല, കരബലത്താലല്ല, ദൈവാത്മാവിന്റെ ശക്തി കൊണ്ടത്രേ. സൈന്യബലമല്ല, കരബലമല്ല, ദൈവാത്മാവിന്റെ ശക്തി. നമുക്ക് ആത്മീയ ജീവിതത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ, പാപത്തിന്റെ ജീവിത സാഹചര്യങ്ങളെ അതിജീവിക്കണമെങ്കിൽ, ആസക്തികളെ കീഴ്പ്പെടുത്തണമെങ്കിൽ, വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ശക്തിപ്പെടുത്തണം. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ നമ്മെ ഉണർത്തിയെങ്കിൽ മാത്രമേ ഒരു വിശുദ്ധ ജീവിതം നമുക്ക് നയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സൈന്യബലമല്ല, കരബലമല്ല, കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറയുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ആത്മാവിൻ്റെ അഭിഷേകം നമ്മൾ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേലൊന്ന് ആവസിക്കുവാൻ ആഗ്രഹിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ആത്മാവിൻ്റെ അഭിഷേകം നമുക്ക് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ഒരു ദാഹമുണ്ടാവണം. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ, ഇവിടെ പറയുന്ന ദാഹം ആത്മാവിന് വേണ്ടിയുള്ള ദാഹമാണ്, പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനുള്ള ദാഹം, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ സ്വന്തമാക്കാനുള്ള ദാഹം നമുക്കുണ്ടാവണം. നമ്മുടെയൊക്കെ ഉള്ളിൽ വ്യത്യസ്തമായ ദാഹമുണ്ട്. സ്നേഹത്തിനു വേണ്ടിയുള്ള ദാഹം, ജഡികാസക്തിയെ തൃപ്തിപ്പെടുത്താനുള്ള ദാഹം, കണ്ണുകളുടെ മോഹത്തിൻ്റെ ദാഹം, ജീവിത ആസക്തിയുടെ ദാഹം നമ്മളെ പലപ്പോഴും കീഴ്പ്പെടുത്തിയിട്ടുണ്ട്.
പലരും ദാഹിക്കുന്നുണ്ട്. ആ ദാഹം ജഡത്തിൻ്റെ മനസ്സിൻ്റെ താല്പര്യങ്ങൾ, കണ്ണിൻ്റെ താല്പര്യങ്ങളുടെ ദാഹത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ആത്മാവിന് വേണ്ടിയുള്ള ഒരു വലിയ ദാഹമാ ഇന്ന് നമുക്ക് ഉണ്ടാവേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിൻ്റെ മോഹങ്ങൾ സ്വന്തമാക്കാൻ, ജഡത്തിൻ്റെ താല്പര്യങ്ങൾ സ്വന്തമാക്കാൻ, അതിനുവേണ്ടിയുള്ള ദാഹം നമ്മൾ ഉപേക്ഷിച്ചേ മതിയാവത്തുള്ളൂ. കർത്താവിൻ്റെ ആത്മാവിനെ സ്വന്തമാക്കാനുള്ളൊരു ദാഹം, ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ എൻ്റെ മേൽ ആവസിക്കണം. ഹല്ലേലൂയ. ഫിലിസ്തീർ സാംസനെ പിടിച്ചു ബന്ധിച്ചു. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, സാംസന്റെ മേൽ അഗ്നി ഇറങ്ങുകയാ. അത് സാംസന്റെ ശരീരത്തെ പൊള്ളിച്ചില്ല. സാംസനെ കെട്ടിയിരുന്ന ചണനൂലുകൾ കരിഞ്ഞു താഴെ വീണു. സാംസൺ അവിടെ കിടന്ന ഒരു കഴുതയുടെ താടിയിൽ കയ്യിലെടുത്തു. എന്നിട്ട് 3000 പേരെ അടിച്ചു കൊന്നു. കഴുതയുടെ താടിയിൽ കയ്യിലെടുത്തു. അഭിഷേകത്തെ സൂചിപ്പിക്കുന്നത് അതിശക്തമായ ആത്മാവിന്റെ അഭിഷേകം. സാംസന്റെ മേൽ ആത്മാവിറങ്ങി, ചണനൂല് കരിഞ്ഞുപോയി. ഹല്ലേലൂയ. എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. ലൂക്കാ 3:16. പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലുമുള്ളൊരു അഭിഷേകം നമ്മൾ പ്രാപിക്കണം. നമ്മുടെ ജഡത്തിൻ്റെ മേൽ, ജഡത്തിൻ്റെ ആസക്തിയുടെ മേൽ, ലോകമോഹങ്ങളുടെ മേൽ, കണ്ണിൻ്റെ ആസക്തി, എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി വരണം. ദൈവത്തിൻ്റെ ആത്മാവ് ഇതിൽ നിന്ന് നമ്മളെ വിടുവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ദാഹമല്ല നമുക്ക് വേണ്ടത്, ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന അഭിഷേകത്തിന് വേണ്ടിയുള്ള ദാഹം. സാംസന്റെ മേൽ ഇറങ്ങിയ അതേ ആത്മാവ് നമ്മുടെ മേൽ ഇറങ്ങും. നമ്മളെ സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന സകല ചങ്ങലകളും കർത്താവിൻ്റെ ആത്മാവ് തകർക്കാനായിട്ട് പോകുക. ജെറമിയ 38, നിന്റെ കഴുത്തിലെ നുകങ്ങൾ ഞാൻ തകർക്കും, കെട്ടുകളെല്ലാം ഞാൻ പൊട്ടിക്കും. നിന്റെ കഴുത്തിലെ നുകങ്ങളെല്ലാം ഞാൻ തകർക്കും, കെട്ടുകൾ ഞാൻ പൊട്ടിക്കും. എല്ലാ നുകങ്ങളും സാത്താൻ നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന നിരാശയുടെ, ദുഃഖത്തിൻ്റെ, രോഗത്തിൻ്റെ, ബാധ്യതയുടെ, ആസക്തിയുടെ സകല നുകങ്ങളും ദൈവത്തിൻ്റെ ആത്മാവ് തകർക്കും. സകല കെട്ടുകളും പരിശുദ്ധാത്മാവ് പൊട്ടിക്കാൻ പോകുക. ഹല്ലേലൂയ. വലിയ ദാഹത്തോടെ ആത്മാവിന് വേണ്ടി, ആത്മാവിന് അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു 2-3 ആഴ്ച മുമ്പ് ചിറ്റടിയിൽ കൊല്ലത്തുനിന്ന് ഒരു അച്ഛൻ 3 ആഴ്ചയായി അച്ഛൻ വന്നു. 3-4 ആഴ്ചയായി അച്ഛൻ ഇവിടെ വന്ന് അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പരിചയപ്പെട്ടിട്ട് പറഞ്ഞു, അച്ഛന് കുർബാന ചെല്ലാൻ ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല അച്ഛാ, കുർബാന ചെല്ലാൻ. വികാരി അച്ഛനോട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. അച്ഛൻ വന്നു. അച്ഛനും ഒരു വണ്ടി ആൾ വന്നു. കുർബാനയൊക്കെ കഴിഞ്ഞു. നല്ല അനുഭവമായിരുന്നു. കുർബാനയെല്ലാം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. വന്നപ്പോഴേ പറഞ്ഞു, എനിക്കൊരു 10 മിനിറ്റ് വേണം. ഞാൻ പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിക്കാം. അച്ഛൻ പറഞ്ഞു, എൻ്റെ ഒരു പെങ്ങള് അമേരിക്കയിലാണ്, ഞാനും എൻ്റെ അമ്മയും, അമ്മ ജീവിച്ചിരിപ്പുണ്ട്. അപ്പം ഞങ്ങൾക്ക് അമേരിക്കയ്ക്ക് പോകണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ കോവിഡിന് മുമ്പ് പോലെ പലതവണ വിസയ്ക്ക് അമ്മയ്ക്കും അച്ഛനും കൊടുത്തിട്ടുണ്ട്. ഒപ്പൊക്കെ റിജക്ഷനാണ്. ഒരിക്കലും അമേരിക്കൻ വിസ 2 പേർക്കും കിട്ടിയിട്ടില്ല. അമ്മയ്ക്കും കൊടുക്കില്ല, അച്ഛനും കിട്ടത്തില്ല. അപ്പം അച്ഛനോട് പറഞ്ഞു, സഹോദരരെ വലിയൊരു ആഗ്രഹമാണ്, അമ്മയും കൊണ്ട് പെങ്ങളുടെ അടുക്കൊന്ന് പോയി ഒന്ന് വരണമെന്ന്. മൂത്ത പെങ്ങളാ. ഞാൻ പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒന്നിച്ചിരുന്നൊരു 1/2 മണിക്കൂർ സമയം ഇരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ മെസ്സേജൊക്കെ പങ്കുവെച്ചു. അപ്പം കർത്താവിൻ്റെ അനുഭവനോട് പറയണം, ഉറപ്പാണ് ഇത്തവണ വിസ അടിച്ചു തരും. ഞാൻ പറഞ്ഞു, അച്ഛാ വിസയ്ക്ക് കൊടുത്തു. അപ്പം പറഞ്ഞു, ഇത്തവണ കൊടുക്കുന്നത് ഹൈദരാബാദിലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛൻ കൊടുത്തു, ഉറപ്പായിട്ടും ഇത്തവണ അച്ഛനും അമ്മയ്ക്കും വിസ കിട്ടും. ഇന്നലെ ഉച്ച കഴിഞ്ഞ് എൻ്റെ ഫോണിലൊരു മെസ്സേജ് അച്ഛൻ്റെ. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ മെസ്സേജ് പറയുന്നു, സഹോദരരെ ഇന്ന് രാവിലെ എനിക്കും അമ്മയ്ക്കും ഇൻ്റർവ്യൂ ആയിരുന്നു, ഞങ്ങൾക്ക് 2 പേർക്കും അമേരിക്കൻ വിസ കിട്ടി. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞത് ഒരുപക്ഷെ നിങ്ങളോ നിങ്ങളുടെ മക്കളോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വിസയുടെ തടസ്സം അടിച്ചു കിട്ടാൻ എന്തെങ്കിലുമൊക്കെ പ്രയാസമുണ്ടെങ്കിൽ ഈ ആദ്യത്തെ സ്തുതിപ്പിൽ തന്നെ കർത്താവ് ഇടപെട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. ആർക്കെങ്കിലും നിങ്ങളുടെ മക്കൾക്കോ അല്ല നിങ്ങളുടെ എന്തെങ്കിലും വിസയുടെ കാര്യങ്ങൾ ഉണ്ടോ,
അതിൻ്റെ പ്രോസസ്സിങ് നടക്കട്ടെ, ഉറപ്പാണ് വിസ അടിച്ചു കിട്ടും. ആ മേഖലയിൽ വലിയൊരു തടസ്സം കർത്താവ് മാറ്റുന്നതായിട്ട് ഈ ആദ്യത്തെ സ്തുതിപ്പിൽ എൻ്റെ ആത്മാവിനിങ്ങനെ തന്നു. അതാണ് ഞാനിപ്പോൾ ഈ സംഭവം പറയാൻ കാര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നമ്മുടെ ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും സകല നന്മകളും കർത്താവ് തരാൻ പോവുകയാണ്. ആത്മീയമായിട്ടും ഭൗതികമായിട്ടും രണ്ടും നമുക്ക് ആവശ്യമുണ്ട്. ആത്മീയ നന്മകളും വേണം, ഭൗതിക നന്മകളും വേണം. ഇതെല്ലാം സമർത്ഥമായിട്ട് കർത്താവ് അമർത്തി കുലുക്കി നിങ്ങളച്ചളന്ന് ഈ കൺവെൻഷൻ ദിവസങ്ങളിൽ ആത്മീയ നന്മകളും ഭൗതിക നന്മകളും നിങ്ങൾക്ക് വാരിക്കോരി തരാൻ പോവാ. ഹല്ലേലൂയ. അതുകൊണ്ട് വേണ്ടതൊക്കെ ചോദിച്ചോ. സാധിക്കുന്നത്തോളം ആത്മീയ വരദാനങ്ങൾ, കൃപകൾ, വചനത്തിൻ്റെ അഭിഷേകം, ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക. ഭൗതിക കാര്യങ്ങൾ ചോദിച്ചോ, എല്ലാം കർത്താവ് തരാൻ റെഡിയാണ്. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.